ഒരു സംഭവം ഉണ്ടായി. കാരണമല്ല, ഞാൻ ആക്ച്വലി നാളെ എക്സ്പെക്ട് ചെയ്തിരുന്ന സാധനം വരുന്നത്, പക്ഷേ ഈ സാധനം കുറച്ച് നേരത്തെ എത്തി. ഓക്കെ, സോ എൻ്റെ ലൈഫിലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഹൈ ടോപ്പ് ബൂട്ടാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രം ദ ഹൗസ് ഓഫ് വുഡ്ലാൻഡ്. സോ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഓക്കെ, ബോക്സിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ലിഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ കേട്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു മെക്കാനിസം ഉണ്ട്. ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക, ഇതാണ് മുതൽ വരുന്നത്. ഇത് ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ച് ഇത് ചിലപ്പോൾ പ്രശ്നമാവും, തൊട്ടപ്പുറത്തേക്കുള്ളൂ. ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ച് ലേസിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടാവുന്നു. അതായത് നിങ്ങൾക്ക് ലേസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ലേസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് സിപ്പ് തുറക്കുക, ഇടുക. അത് ഷോക്ക് മാത്രമുള്ളതാണ് ലേസ്. പിന്നെ ഞാൻ ഈ ടങ്കും കാര്യങ്ങളൊക്കെ മെഷ പ്രതീക്ഷിച്ച്, പക്ഷെ ഇത് ഫുൾ ലെതറായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ലെതറാണ്. കാരണം ഇതൊരു പ്രത്യേകതര ഫീലുള്ള ലെതറാണ്. പിന്നെ ഞാൻ ആക്ച്വലി വേറെ കളർ എടുക്കണമെന്ന് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തന്നെയാണ് അവസാനം എടുത്തത്. ഇതിൻ്റെ ഒരു മഞ്ഞ കളർ വരുന്നുണ്ട്. സാധനം കുറച്ച് സെറ്റാണ്. ഓക്കെ, അപ്പോൾ അതെടുത്തില്ല, ഈ സംഭവം എടുത്തു. ഇത് എന്തായാലും ഞാൻ ഇട്ടിട്ട് നോക്കേണ്ട അവസ്ഥ. റോങ്. ഇതിൻ്റെ ഈ സാധനം എടുത്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് ലേസ് ചെയ്യണ ടൈപ്പ് സാധനമാണെന്ന് തോന്നുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ വേറെ സാധനം കൂടി ഉണ്ട്. കാണിച്ചാൽ ഓക്കെ, കാണണ്ടെന്നറിയില്ല, ഞാൻ എടുത്ത് കാണിച്ചു തരാം. എനിക്ക് വളരെ ഇഷ്ടമായൊരു സംഭവമാണ്. ഷൂട്ടറില്ലേ നമ്മുടെ ഈ ഒരു സാധനം. അത് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫൈബറിൻ്റെ വരുന്നുണ്ട്. ആക്ച്വലി അത് വാങ്ങണമെന്നുണ്ടായിരുന്നു. കാരണം ഷൂസിൻ്റെ ക്രീസും കാലിലൊക്കെ വരാണ്ടിരിക്കുകയാണ് കുറേ നേരം വെക്കുമ്പോൾ. ഓക്കെ, സാധനക്ക് വളരെ ഇഷ്ടമായി. സോ ഇത് വേണമെങ്കിൽ നമുക്ക് ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇൻസോള് എന്ന് പറഞ്ഞാൽ ഇതാണ്, മറ്റേ ഒരു ലെതർ ടൈപ്പ് ഇൻസോളാണ്. മെഷോ കോട്ടണോ ബാക്കിയുള്ള സാധനമൊന്നുമല്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല സപ്പോർട്ടാണ് ഈ ഒരു ഭാഗത്തിന്. അതായത് ഈ ഒരു ഭാഗങ്ങളിൽ ആ ഒരു ഭാഗത്തിന് ഭയങ്കര സപ്പോർട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് തോന്നിയ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഭാഗം കാണില്ലേ, കണ്ട പ്രതീക്ഷിക്കുന്നു. ഈ ഭാഗത്തിന് ഗ്രിപ്പ് കൂടുതലും, ഈ ഭാഗത്തിന് കുറച്ച് ഗ്രിപ്പ് കുറവാണ് തോന്നി. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരു വെറ്റ് ഫ്ലോറിൽ നടന്നു നോക്കി. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്, എന്താണെന്ന് അറിയില്ല. ഈവൻ ദോ എല്ലാതും ഒരേതാണെങ്കിൽ പോലും എനിക്കറിയില്ല അങ്ങനെ ഫീൽ ചെയ്തു. ഇവിടെ കുറച്ച് ഗ്രിപ്പ് കൂടുതലും അവിടെ കുറവും. പിന്നെ ഇതിൻ്റെ ലേസിങ് സിസ്റ്റം ചിലപ്പോൾ ഞാൻ മാറ്റിയിരുന്നതിനും കാരണം ഇത് ലേസ് ഷോ ചെയ്യാണ്ടൊക്കെ ശേഷം പറഞ്ഞാൽ ടൈ ഇതാക്കുന്നതാണ്. പിന്നെ ചിലപ്പോൾ ലേസ് ഞാൻ മാറ്റിയെന്ന് വരും. ചിലപ്പോൾ ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു പോപ്പ് ഓഫ് കളറിന് വൈറ്റോ സംഭവം നല്ല രസമുണ്ടാവും സത്യം പറഞ്ഞാൽ. ആ ഒരു കളർ ഞാനൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ പറയുന്നത് കാർഗോസിനൊക്കെ എന്ന് പറയുമ്പോൾ സെറ്റായിട്ട് പോകുന്നു, നല്ല രസമുണ്ട് കാണാൻ സത്യം പറഞ്ഞാൽ. ആക്ച്വലി ഇപ്പോൾ ഏകദേശം 4 മണിയാവാറായി. ഷൂസിൻ്റെ റിവ്യൂയുടെ കുറച്ചുകൂടി വീഡിയോ ബാക്കിയുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഷാസൊക്കെ മറ്റേ റിവ്യൂ ഇട്ടത്, നമ്മളെ 15 Pro Maxൻ്റെ ഹെഡ്സെറ്റ് വെച്ചിട്ട് സൗണ്ട്. ഓക്കെ, അതങ്ങനെ. ഇപ്പം ഇനി ഷൂസ് അതോടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി നല്ല പെയർ ഓഫ് ഷോക്സ് മേടിക്കണം. ഷോക്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് ആദ്യം ഓർഡർ ചെയ്യാൻ വിചാരിച്ച്, പിന്നെ എനിക്ക് എന്താക്കില്ല, ഫാബ്രിക് നോക്കി ഇറങ്ങി മേടിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ പോവാ, ഇനി ഷോക്സ് മേടിക്കുക. ഈ സാധനം ഒന്നുകൂടി ട്രൈ ഓൺ ചെയ്തിട്ടൊന്ന് ഇട്ട് നോക്കാം. ഒരു അധികം പൊടിയും സ്ഥലമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നോക്കിയിട്ട് എന്താ എക്സ്പീരിയൻസ് നോക്കണം. ഫസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻ നല്ല അടിപൊളി സാധനമാണ്. ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ, ചെറിയ ഒരു മാനുഫാക്ചർ ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. ചില ഭാഗത്തൊക്കെ കുറച്ച് ഞാൻ കാണിച്ചു തന്നേക്ക് ഈ ഗ്ലൂ സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഓക്കെ, ഇത് ടേൺ അറൗണ്ട് ആയിട്ട് ഞാൻ ഏതോ ഒരു പെയറിൽ കണ്ട് ബാക്കിൽ ഇതേപോലെ ഉണ്ട്. അത് വിട് എന്ന് വെച്ചാൽ അത് സീലായിട്ട് വരിക. അതായത് കുറച്ച് രണ്ട് അച്ചും കൂടി തമ്മിൽ അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ മേക്കിങ്ങുകളിലൊക്കെ. എന്നാൽ അടുത്ത പെയറിലാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഇഷ്യൂ. ഇവിടെ ചെറിയ ഗ്ലൂ സ്റ്റെയിൻ ഉണ്ട്. അത് നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു വലിയ ടേൺ ഓഫ് ആണോ ഒരു ഷൂ മേടിക്കുമ്പോൾ കുറച്ച് സീൻ. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓവർ ടൈം ഇട്ടിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് അവിടെ വരാൻ തുടങ്ങുക. അതാണ്. പിന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തുനിന്ന് വിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ മൈൻഡ് പറയുന്നത്. പിന്നെ ഈ ഒരു ഭാഗം കണ്ട ഇപ്പോൾ അതാണ് എൻ്റെ നമ്മളെ വുഡ്ലാൻഡിൻ്റെ ഔട്ട്ഡോർ ബൂട്ട്സിൻ്റെ ഇനീഷ്യൽ റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അഫിലിയേറ്റ് ലിങ്ക് ഒന്നല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ 2 കളറുണ്ട്. ഈ ഒരു ബ്ലൂവും ഒരു മസ്റ്റഡി യെല്ലോയും
മസ്റ്റേഡിലെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പ് ഓഫ് കളർ നല്ല രസമാണ്. നിങ്ങളിപ്പോൾ ഭയങ്കര സാറ്റലൈറ്റുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു പോപ്പ് ഓഫ് കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മിനിമലായിട്ടുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന സംഭവം മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതൊരു മോഡൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ.